ഉക്രൈൻ റഷ്യ യുദ്ധം കെട്ടടങ്ങുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ച മറ്റൊരു യുദ്ധമാണ് ചൈന തായ്വാൻ സംഘർഷം. തായ്വാൻ വിഷയത്തിൽ ലോകം വീണ്ടും ഒരു യുദ്ധമുനയിലാണോ? അമേരിക്കയുടെ പുതിയ നീക്കത്തിനെതിരെ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. വെറും വാക്കല്ല, ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി യുദ്ധസജ്ജമാകുന്നു എന്ന കൃത്യമായ സൂചനയാണ് ബീജിംഗ് നൽകുന്നത്. തായ്വാന് $11.1 ബില്യൺ ആയുധങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ തീരുമാനമാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധ പാക്കേജാണിത്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് കരുത്തായ ഹിമാസ് റോക്കറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഈ പട്ടികയിലുണ്ട്. ഇതിനെതിരെ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചു കഴിഞ്ഞു. തായ്വാൻ വിഘടനവാദികളെ സഹായിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്നും ആയുധ കച്ചവടം ഉടൻ നിർത്തണമെന്നുമാണ് ചൈനയുടെ ആവശ്യം. സ്വന്തം ജനതയുടെ അധ്വാന ഫലം വിദേശ ആയുധ കച്ചവടക്കാർക്കായി തായ്വാൻ ഭരണകൂടം ദൂർത്തടിക്കുകയാണെന്നും ചൈന കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഈ ആയുധ ഇടപാട് ചൈനയെ ഇത്രമാത്രം ചൊടിപ്പിക്കുന്നത്? തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് ചൈനയുടെ ഉറച്ച നിലപാട്. എന്നാൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട തായ്വാൻ സർക്കാർ ഇത് അംഗീകരിക്കുന്നില്ല. ചൈനയുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും തായ്വാന് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ നൽകാൻ അമേരിക്ക നിയമപരമായി ബാധ്യസ്ഥരാണ്. ഈ വൈരുദ്ധ്യമാണ് പസഫിക് മേഖലയിൽ സംഘർഷം ഇപ്പോൾ പുകയാനുള്ള കാരണം. നിലവിൽ തായ്വാന് ചുറ്റും ചൈന സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലേക്കാണ് അമേരിക്കൻ ആയുധങ്ങളുടെ കടന്നുവരവ്. ചൈനീസ് സൈന്യം തങ്ങളുടെ പരിശീലനം കടുപ്പിക്കുമെന്നും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ എന്ത് കടുത്ത നടപടിയും സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് രണ്ട് ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഭീതിയാണ് ജനിപ്പിക്കുന്നത്. തായ്വാന്റെ ഭാവി ആര് തീരുമാനിക്കും? ആയുധം കൊണ്ട് പ്രതിരോധം തീർക്കുന്ന അമേരിക്കയോ അതോ സൈനിക ശക്തി കൊണ്ട് തായ്വാനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ചൈനയോ? വരും ദിവസങ്ങളിൽ ദക്ഷിണ ചൈന കടലിൽ നിന്നുള്ള വാർത്തകൾ ലോകത്തിന് നിർണായകമാകും. സമാധാനപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുമോ അതോ നീക്കം കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.